വിശേഷം? ഞാനൊരു കിടിലൻ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരു കട്ട ലാലേട്ടൻ ഫാൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മോഹൻലാൽ ഫാനിൻ്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ നമ്മുടെ തുടരും എന്ന് പറയുന്ന സിനിമ റിലീസായി. സോ ഫസ്റ്റ് ഡേ തന്നെ നമ്മളിവിടെ മുംബൈയിൽ സീവുഡ്സ് മോളിൽ നെക്സസ് മോളിൽ പോയിട്ടാണ് സിനിമ കണ്ടത്. അപ്പോൾ ഞാനങ്ങനെ പൊതുവേ അങ്ങനെ ഒരു സിനിമ റിവ്യൂ ഒന്നും അങ്ങനെ ചെയ്യാറില്ലല്ലേ. എന്നും വൈകിട്ട് ഒരു നമ്മുടെ വ്ളോഗിൽ കാണിക്കും, ഡെയിലി കാണിച്ച സിനിമകളെ പറ്റി എപ്പോഴും ഞാൻ പറയാറുണ്ട്. ഒരു എക്സ്ക്ലൂസീവ് റിവ്യൂ ഞാനൊരു സിനിമയ്ക്ക് അങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അത്ര മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ച് ഞാൻ ഇതിനൊരു റിവ്യൂ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. വേറെ ഒതൊന്നുമല്ല, നമ്മുടെ തരുൺ മൂർത്തി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള KR സുനിലിൻ്റെ സ്ക്രീൻ പ്ലേ ആയിട്ടുള്ള M രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തുടരും, നമ്മുടെ മോഹൻലാലും ശോഭനയും അഭിനയിച്ചിട്ടുള്ള തുടരും എന്ന് പറയുന്ന സിനിമ കണ്ടു മക്കളെ. ഞാൻ ഇന്നലെ പോയി കണ്ടു. എന്താ പറയുക, ഒന്നും പറയാനില്ല. കിടുക്കാച്ചി പടം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോയിട്ടില്ല, അല്ലെങ്കിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഇപ്പോൾ സെക്കൻഡ് ഡേ ആവണുള്ളൂ, പോവാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. മോഹൻലാൽ ഫാൻസ് എന്നൊന്നുമില്ല, ഒരു നല്ല സിനിമ കാണാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾക്ക് പോയി കാണാം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇന്ന് തന്നെ വന്നിരുന്ന് ഇന്നലെ രാത്രി എടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നലെ രാത്രി നമ്മൾ സിനിമ കണ്ട് വന്ന് വീട്ടിലെത്തിയപ്പോഴേക്കും 12 മണി. അപ്പോൾ പിന്നെ റിവ്യൂ എടുക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ ആ രാത്രി പാതിരാത്രി നിങ്ങളൊക്കെ ഉറങ്ങുമായിരിക്കും, ഞാൻ ഇട്ടിട്ടും കാര്യമില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് ഇതിനെ പറ്റിയിട്ട് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ എന്താ പറയുക, ഒരു പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ പോയി കാണുക, അങ്ങനൊരു പ്ലാൻ ചെയ്തിട്ടൊന്നും പോയതല്ല കേട്ടോ. ഇന്നലെ വീക്കെൻഡാണ്, ഫ്രൈഡേ ഈവനിങ് ആണ്. സോ നമുക്കൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്താണ്. ഒരു സദ്യ കഴിക്കാൻ പോയിട്ട് ഒരു ബിരിയാണി കിട്ടുമ്പോൾ ഉള്ളൊരു സുഖം എങ്ങനെ ഉണ്ടായിരിക്കും ആണ് ഇന്നലെ അനുഭവിച്ചത്. ഭയങ്കര പ്രതീക്ഷകളൊന്നും ഇല്ലാതെയാണ് നമ്മൾ പോയത്. കാരണം ഇതിന് ബാക്കിയുള്ള സിനിമകൾ പോലെ അങ്ങനെ വൻ ഹൈപ്പോ പ്രമോഷനോ അങ്ങനെ വലിയ ഗംഭീരമായ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ പോയൊരു സിനിമ. വെറും മൗത്ത് പബ്ലിസിറ്റിയുടെ പേരിൽ ആളുകൾ അത്ര നല്ലത് പറയണം എന്നുണ്ടെങ്കിൽ ഒരു വിധമൊക്കെ പോസിറ്റീവ് റെസ്പോൺസാണ് മാക്സിമം വന്നിട്ടുള്ളത്. ആ ഒരു സിനിമയിൽ മോഹൻലാൽ തന്നെയാണ് മെയിൻ അഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ശോഭന മാം ഒട്ടും മോശമില്ല, അത് പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരുടെ കോംബോ എന്ന് പറയുന്നത് 15 വർഷങ്ങൾക്ക് ശേഷമുള്ള അവരുടെ കോംബോ ആണ്. ഫസ്റ്റ് ഹാഫൊക്കെ ഫുൾ അവരുടെ ആ ഒരു കോംബോയിൽ തന്നെയാണ്. പിന്നെ ഒരു സെക്കൻഡ് ഹാഫ് ഇൻ്റർവെല്ലിന് ശേഷമാണ് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ കഥ മാറുന്നത്. സത്യം പറയുകയാണെങ്കിൽ ദൃശ്യം സിനിമയ്ക്ക് ശേഷമാണ് ഇത്രയും ഒരു മനസ്സിലിങ്ങനെ ഇങ്ങനെ തിയേറ്ററിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് നിറങ്ങിറങ്ങുക എന്ന് പറഞ്ഞ ഒരു ഫീല് ഞാൻ ദൃശ്യത്തിന് ശേഷമാണ് അനുഭവിച്ചിട്ടുള്ളത്. ഓഫ് കോഴ്സ് നേരെന്ന് പറയുന്ന സിനിമ അതൊരു വേറൊരു ജോണർ സിനിമയായിരുന്നു. പക്ഷെ പക്ക ലാലേട്ടൻ പെർഫോമൻസ് എന്ന് പറഞ്ഞ അഴിഞ്ഞാടിയ സിനിമ എന്ന് പറയില്ലേ, ഇതിൽ ഈ ഒരു സിനിമയിൽ ശരിക്കും ഞാൻ ആടുതോമയെ കണ്ടു, പുലിമുരുകനെ കണ്ടു. ചില സീനിലൊക്കെ സദയത്തിൽ മോഹൻലാലിനെ കാണാൻ പറ്റി. അത് എനിക്ക് മാത്രമാണോ തോന്നിയതെന്ന് അറിയില്ല. തുടരും എന്ന് പറയുന്ന സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫീല് തോന്നിയ ചില സീനൊക്കെ വരുമ്പോൾ നമുക്ക് പക്ക സദയത്തിലെ മോഹൻലാലിൻ്റെ ഒരു മാനറിസൊക്കെ കാണാൻ പറ്റി. പിന്നെ ദൃശ്യത്തിലെ മോഹൻലാൽ, ഒപ്പത്തിലെ മോഹൻലാൽ, ഇതിനൊക്കെ ശേഷം ഈ ഒക്കെ കൂട്ടിക്കുഴച്ച് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലാലേട്ടനെ കാണാൻ പറ്റി. പക്ക പെർഫോമൻസ്, അതായത് ഇതിൽ മാസ് എന്നോ ഒന്നുമല്ല പറയണം, മാസിൻ്റെ ക്ലാസ് ഉണ്ട്. പക്ഷെ ഒരു പക്ക അഭിനയം എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ലാലേട്ടനെ കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും നമുക്കിങ്ങനെ മനസ്സിങ്ങനെ ഫുള്ളായി ഒരു ലാലേട്ടൻ പെർഫോമൻസ്, അതായത് ഒരു തരത്തിലും മാറിയിട്ടില്ല. ആ ഓൾഡ് ലാലേട്ടൻ്റെ അതേ പെർഫോമൻസിൽ അതേ കിടിലനായിട്ട് വന്നിട്ടുള്ള ഒരു കിടിലൻ സിനിമയാണ്. ഒന്നും തന്നെ പറയാനില്ല. സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും ഒരു മോശവും നമുക്ക് പറയാനില്ല. നമ്മൾ കുറേ ഹൈപ്പ് പടങ്ങൾ കണ്ട് പോയി നിരാശയായിട്ടുള്ളതാണ്. ലാലേട്ടൻ ഫാൻ ആണെങ്കിലും നമുക്കൊരു നിരാശ തോന്നിയിട്ടുള്ള ആളുകളുണ്ടാവും. അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻ എന്നല്ലേ, ഒരു നല്ല സിനിമ കാണാൻ, ഒരു ഫീൽ ഗുഡ് മൂവി കാണാൻ, അല്ലെങ്കിൽ ഒരു രോമാഞ്ചം വരുന്ന സിനിമ കാണാൻ ആഗ്രഹിച്ചിട്ട് പോയവർക്കും ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു ഇതില്ലാതെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരാളെ നിരാശപ്പെടുത്താതെയുള്ള അതായത് എന്താ പറയുക, നമ്മളിങ്ങനെ പിടിച്ചിരുത്തും. നമ്മൾക്കൊരു 3 മണിക്കൂർ എന്ന് പറയുന്നത് ചില സിനിമകളൊക്കെ കാണുമ്പോൾ 1 മണിക്കൂർ ആകുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വാച്ച് നോക്കും, ഇതെന്താ കഴിയാത്തതിൻ്റെ ദൈവമേന്ന്. ഇത് 3 മണിക്കൂറും ഇൻ്റർവെല്ല് വരെ പോയത് അറിഞ്ഞില്ല, ഇൻ്റർവെല്ലിന് ശേഷം പിന്നെ ഒട്ടും അറിയില്ല. അങ്ങനെ രസമായിട്ട് പോയിട്ടുണ്ട്. അതിൽ ശോഭന മാമിനെയും ഈ പറഞ്ഞ പോലെ എടുത്തു പറയണം. ഒരു പെർട്ടിക്കുലർ സീനൊക്കെ എത്തുമ്പോണ്ടല്ല വേറെ ലെവല് പണ്ടത്തെ അഭിനയൊക്കെ അങ്ങനെ പുറത്തേക്ക് വരും.
പിന്നെ പറയാനുള്ളത്, ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ മുംബൈയിലിരുന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു നാട്ടിലിരുന്ന് സിനിമ കാണുന്ന ഒരു പഞ്ച്, ഒരു ഫീല് കിട്ടാറില്ല. കാരണം എന്ത് സീന് വന്നാലും ഒരു കയ്യടിയോ അതൊക്കെ വളരെ കുറവായിരിക്കും. എല്ലാവരും കുറച്ച് മസിലൊക്കെ പിടിച്ചിരുന്ന് കയ്യടിക്കാനുള്ള സീൻസ് പൊതുവേ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷേ നാട്ടിലിരുന്ന് കാണുന്ന ആദ്യ ഫീല് കിട്ടിയൊരു സിനിമയാണ് ഇത്. ഇതിൽ ഓരോ സീനും ഓരോ ഡയലോഗ്, അത് ശോഭനാമായിക്കോട്ടെ ലാലേട്ടനായിരിക്കോട്ടെ, അവരൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ കൂവി വിളിച്ച് കൈയടിക്കുക. ഒരാളല്ല, ഫുൾ തിയേറ്റർ ഫുള്ളായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഡേ ആണെങ്കിലും തിയേറ്റർ ഫുള്ളായിരുന്നു. പക്ഷേ ആ ഒരു നാട്ടിലെ ഫീലിൽ, നാട്ടിലെ നമ്മളിങ്ങനെ ഇരുന്ന് ആരവത്തോടെ കാണുന്ന സെയിം ആരവായിരുന്നു ഇന്നലെ നമ്മളിരുന്ന് കണ്ടപ്പോൾ. എല്ലാവരും കൈയടിയും കൂക്കും വെളിയും ഒക്കെ ആയിരുന്നു. അപ്പം തന്നെ നമുക്ക് ഇങ്ങനെ അയ്യാ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ഇത് തോന്നും. കാരണം അത്രയും കയ്യടിയോട് കൂടി കൂക്ക് വിളിച്ച് ആർമാദിച്ച് ഉള്ള ഒരു ഇത് വളരെ അപൂർവമായിട്ടാണ് നമുക്ക് മുംബൈ തിയേറ്ററിലൊക്കെ അങ്ങനെ വളരെ കിട്ടുക. അപ്പം അത്രയും അത് സ്ക്രിപ്റ്റിൻ്റെ ഗുണമാണ്, അത് ആ സിനിമ ചെയ്തിട്ടുള്ള ഡയറക്ടറെയും അഭിനയിച്ചിട്ടുള്ള ആൾക്കാരുടെയും ഗുണമാണ്. കാരണം കൈയടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അതിലൊരുപാടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് അഭിനയമാണെങ്കിലും, പിന്നെ അതിലെടുത്ത് പറയേണ്ടത് മോഹൻലാലിൻ്റെ കുട്ടികളായി അഭിനയിച്ച രണ്ടുപേരുടെയും കിഡിലൻ അഭിനയം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാവും. നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു മകളും മകനും അഭിനയിക്കുന്ന ആ ഒരു, അങ്ങനെ നമുക്ക് ക്യാരക്ടറാണെന്നൊന്നും തോന്നില്ല. അവർ ശരിക്കും അമ്മയും അച്ഛനും മക്കളും എന്നുള്ളൊരു ഫീല് നമുക്ക് അവിടെ മോഹൻലാലിനെയോ ശോഭനേനെയോ അല്ലെങ്കിൽ ആ രണ്ട് കഥാപാത്രങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അവരെ ആ ഒരു അച്ഛനും അമ്മയും മക്കളും എന്നുള്ള രീതിയിലാണ് നമുക്ക് ആ സിനിമ കാണാൻ പറ്റുള്ളൂ. അത്ര അടിപൊളി ബോണ്ടിങ് ആയിട്ടുള്ള, അങ്ങനെ നല്ല രസമുണ്ട്. ഓരോ ചെറിയ റോളിൽ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിലും നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വില്ലനെ എടുത്തു പറയേണ്ടതാണ്. അടിപൊളി പെർഫോമൻസ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് വില്ലൻ്റെ കേട്ടോ. നമുക്കിങ്ങനെ അരച്ച് കലകി കൊല്ലണം ദേഷ്യം എന്താ വരുന്ന അറിയില്ല. അങ്ങനെ നമുക്ക് ദേഷ്യം വരുന്ന ക്യാരക്ടർ ആവണമെങ്കിൽ അത്രയും അടിപൊളി. പിന്നെ ഇവിടെ നിന്നിരിക്കുമ്പോഴാണ് അത് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ഗുണമാണല്ലോ എന്ന് നമുക്ക് ഫീൽ ചെയ്യുക. അത്ര നമുക്കിങ്ങനെ വെറുപ്പ് തോന്നുന്ന വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ച എല്ലാവരും, ചെറിയ റോളാണെങ്കിലും അഭിനയിച്ച എല്ലാവരും നല്ല പെർഫോമൻസ് ആയിട്ട്, ആരുടെയും അഭിനയം കണ്ടിട്ട് അയ്യോ എന്താണ് ക്രിഞ്ചാണ് എന്നൊന്നും നമുക്ക് തോന്നില്ല. എല്ലാവരും അങ്ങനെയൊന്നും തോന്നില്ല. കാരണം അതിൽ ക്യാരക്ടറായിട്ട് നമുക്ക് ആ ആൾക്കാരെ നമുക്ക് തോന്നില്ല. എല്ലാം ആ സിനിമയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരായിട്ട്, അതായത് ആ ഒരു കഥയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരായിട്ട് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു റിവ്യൂ എനിക്ക് ഇവിടെ വന്നിരുന്ന് പറയണമെന്ന് തോന്നി. ഇത്രയും ഒരു ലാലേട്ടൻ ഫാനായിട്ടുള്ള, പണ്ട് മുതലേ ചെറുപ്പം മുതലേ കട്ട മോഹൻലാൽ ഫാനായിട്ടുള്ള, അതിൽ തന്നെ നമുക്ക് ചിലപ്പോൾ പോയി നിരാശപ്പെടുത്തിയിട്ടുള്ള കുറേ സിനിമകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമുക്ക് മനസ്സ് നിറഞ്ഞ് നമുക്ക് ആ ഒരു അഭിനയം കണ്ടിട്ട്, വേറെ ഒന്നല്ല അഭിനയം, ഇതൊരു ഇമോഷണൽ ഡ്രാമയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റേതായ വിഷമം കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അഭിനയം കണ്ടിട്ട് നമുക്ക് മോഹൻലാലിൻ്റെ ആയാലും ശോഭനയുടെ ആയാലും കുറേ കാലത്തിന് ശേഷമുള്ള ശോഭന മാമിൻ്റെ തിരിച്ചുവരവാണ്. അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു ഫീലൊന്നും ചെയ്യില്ല, കുറേ കാലത്തിന് ശേഷമാണ് വരുന്നത്, അങ്ങനെയൊന്നും ഫീൽ ചെയ്യില്ല. നല്ല കിടിലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ കണ്ണുകൊണ്ട് പുരുകം കൊണ്ടൊക്കെ ഉള്ള ആ ഒരു അഭിനയമുണ്ട്, ഒരു ക്ലാസിക് അഭിനയം, അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും മസ്റ്റായിട്ടും എല്ലാവരും പോയി കാണേണ്ട പടമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിൽ ഫാൻ ബേസ് സിനിമകളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഈ സിനിമയുടെ വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു പ്രൊമോഷൻ ഇല്ലെങ്കിലും നല്ല സിനിമയാണെങ്കിൽ ആളുകൾ ഇത് സ്വീകരിക്കും എന്നുള്ളതാണ്. ഫസ്റ്റ് ഡേ തന്നെ ആ മൗത്ത് പബ്ലിസിറ്റിയോട് സെക്കൻഡ് ഡേ ആകുമ്പോഴേക്കും ഫുള്ളായി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡേയുടെ ഫസ്റ്റ് ഷോൻ്റെ റിവ്യൂ കഴിഞ്ഞപ്പോഴേക്കുമുള്ള പോസിറ്റീവ് റെസ്പോൺസ്, കാരണം തിയേറ്ററൊക്കെ ഫുള്ളായി എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കാം ഒരു വന്നിരുന്ന പ്രൊമോഷൻ്റെ ആവശ്യമില്ല. നല്ല സിനിമയാണെങ്കിൽ ഇതിപ്പോൾ എല്ലാ സിനിമകളും പല സിനിമയും കണ്ടിട്ടുണ്ടാവും, ആൾക്കാരുടെ പ്രൊമോഷൻ ഒന്നുമില്ലെങ്കിലും നല്ല സിനിമകളൊക്കെ എന്നും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു എക്സാമ്പിളാണ് ഈ ഒരു സിനിമ. പിന്നെ ഈ പറഞ്ഞ പോലെ എത്രയൊക്കെ നമ്മൾ തള്ളി പറഞ്ഞാലും മോശം പറഞ്ഞാലും മോഹൻലാലിൻ്റെ ഒരു പടം എന്ന് പറഞ്ഞാൽ അതൊരു നല്ല പടം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം മറന്ന് നമ്മൾ സ്വീകരിക്കുന്നതാണ്. അതാണ് എൽ ബ്രാൻഡ്, അതാണ് മോഹൻലാൽ ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേകത. അത് മോഹൻലാലിന് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. സോ ബാക്കി ആധികാരികമായി ഈ സിനിമയെ പറ്റി പറയുന്ന പോലത്തെ അങ്ങനത്തെ റിവ്യൂവും സംഭവങ്ങളും അളന്ന് മുറിച്ചിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊന്നല്ല, ഒരു കട്ട ലാലേട്ടൻ ഫാനിൻ്റെ അല്ലെങ്കിൽ ഒരു സിനിമാ പ്രേമിയുടെ ഒരു സാധാരണ റിവ്യൂ ആണ് ഇത്. അപ്പം നിങ്ങൾ ആരെങ്കിലും കാണുന്നവർ തുടരും സിനിമ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഈ ഒരു സിനിമയുടെ റിവ്യൂ, നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞ സ്പോയിലറും കാര്യങ്ങളൊന്നും ആക്കാത്ത കാരണമാണ് കഥയിലേക്കോ ഇതിലേക്കോ ഒന്നും കിടക്കാത്തത്. എൻ്റെ ഒരു തികച്ചും ഒരു സിനിമയെ പറ്റിയിട്ടുള്ള ഒരു ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ, അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറയൂ.
കാണാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടും പോയി കാണൂ. നാട്ടിൽ ടിക്കറ്റൊക്കെ കിട്ടുന്നുണ്ടാണോ, ഫുള്ളാണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാലും നിങ്ങൾ തീർച്ചയായിട്ടും കാണണം, നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും. ഇത് ഒരു ഫാൻ ബേസ് മൂവി എന്നല്ല, ഇത് നന്നായിട്ട് സിനിമ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, കുറേ കാലമായിട്ട് ഒരു നല്ല സിനിമ കണ്ടിട്ട് എന്ന് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ മോഹൻലാൽ ശോഭന കോംബോ ഫിലിമാണ് കേട്ടോ. അപ്പോൾ ഒന്നേ പറയാനുള്ളൂ, മലയാളത്തിൻ്റെ മോഹൻലാൽ തുടരും.